റേഞ്ച് അല്പം കുറവാണ്. ആയിക്കോട്ടെ, അപ്പോൾ തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനൊരു ലൈവ് വീഡിയോ വീണ്ടും ഇടേണ്ടി വരുമെന്ന് ഞാൻ കരുതിയിരുന്നതല്ല. പക്ഷേ നിരന്തരമായി ഹൈറിച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായ നുണകൾ കമ്പനി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞ പോലെ ഇത് നിക്ഷേപകർക്ക് വേണ്ടി അല്ലെങ്കിൽ ഇതിൽ പണം നിക്ഷേപിച്ചവർക്ക് വേണ്ടിയുള്ള അഭ്യർത്ഥനയോ അവർക്കുള്ള അറിയിപ്പോ അല്ല. മറിച്ച് ഇനിയുള്ള നമ്മുടെ ശ്രമം എന്ന് പറയുന്നത് നിങ്ങളോ പെട്ടുപോയി ഇനി പുതിയ ആളുകൾ ഹൈറിച്ചിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കുന്ന ഇത്തരത്തിലുള്ള കമ്പനികൾ, ഈ പണം കൊണ്ട് ചൂതാട്ടം നടത്തുന്ന ഇത്തരത്തിലുള്ള കമ്പനികൾ നിരോധിക്കപ്പെടേണ്ടതാണ്. ഒരുപക്ഷെ മയക്കുമരുന്നിനെ പോലെ മദ്യത്തെ പോലെ ഇത് സർക്കാർ വിചാരിച്ചാൽ ചിലപ്പോൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. ഇതിനകത്ത് ആളുകൾ പെടാതിരിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഏക മാർഗം എന്ന് പറയും. ഞാൻ നമ്മുടെ കുട്ടിക്കാലത്ത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ പൂരപ്പറമ്പുകളിൽ അതുപോലെ തന്നെ ഈ പെരുന്നാളുണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു ഷീറ്റ് വെച്ച് കട്ടയും വെച്ച് കുലുക്കി കുത്ത് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അപ്പം അതിനകത്ത് ആളുകൾ കുറേ പൈസ കൊണ്ടിടും. കുറച്ച് കഴിയുമ്പോൾ പോലീസുകാരെ പിടിച്ചുകൊണ്ടുപോകും. അതിനുശേഷം പിന്നീട് വീണ്ടും അവർ വരും, പിന്നെയും പൈസ കൊണ്ടുപോയ ആളുകൾ വീണ്ടും അതിനകത്തിടും. അങ്ങനെ ഒരു സംവിധാനമാണ് ആ കളി എന്ന് പറയുന്നത്. പോയ ആളുകൾ അതുപോലെ തന്നെ നടത്തുന്ന ആളുകൾക്കും പണം നഷ്ടപ്പെട്ടാലും വീണ്ടും വീണ്ടും ആളുകൾ കൊണ്ടിടും എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് ചെറിയ തുകയാണ്. പക്ഷെ ഇന്ന് ഇത് അതിൽ വിട്ട് വലിയ വ്യത്യസ്തമായി കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അടുപ്പമുള്ള ആളുകളെ പിന്നെ നമ്മുടെ അടുപ്പത്തിന്റെ പേരിൽ സുഹൃത്ത് ബന്ധത്തിന്റെ പേരിൽ ചേർത്തുകയും അവർ വീണ്ടും വീണ്ടും ചേർത്തി അങ്ങനെ ഒരു വലിയ ശൃംഖലയായി മാറിയ ഒരു കാലഘട്ടത്തിലാണ്. ഇത് അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ ഈ ബഡ്സ് ആക്ട് കൊണ്ടുവരുന്നത്. ഈ ബഡ്സ് ആക്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശമെന്ന് പറയുന്നത് നിക്ഷേപകർക്ക് നിക്ഷേപം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ ഇവിടെ നിർഭാഗ്യവശാൽ നിക്ഷേപകരാരുമില്ല. അതുകൊണ്ട് സർക്കാരിന് നിക്ഷേപം മടക്കി കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഈ കമ്പനി ജപ്തി ചെയ്ത് കിട്ടുന്ന സംഖ്യ സർക്കാരിലേക്കാണ് കണ്ടുകിട്ടുക. അത് സർക്കാരിനെ സംബന്ധിച്ചോളം സന്തോഷകരമായ കാര്യമാണ്. പക്ഷേ എത്രത്തോളം തുകയുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു ഗുരുതരമായ പ്രശ്നം. ഞാനിന്ന് ഈ ലൈവ് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ ലൈവ് നടത്തിയത് ഹൈക്കോടതി വിധി നമുക്ക് ജഡ്ജ്മെന്റായി ഒപ്പിട്ട് കിട്ടുന്നതിന്റെ തലേ ദിവസമാണ് ഞാൻ ആ വിധി അവിടെ കോടതിയിൽ കേട്ട രീതിയിൽ അവതരിപ്പിച്ചത്. കൃത്യമായി ഞാൻ പറയുകയും ചെയ്തു. അതിൽ നിന്നും ഒരു വ്യത്യാസവുമില്ലാതെ തന്നെയാണ് ആ വിധി പുറത്തിറങ്ങിയത്. പക്ഷെ അതിനുശേഷം ഇപ്പോഴും എന്താണ് ആ വിധിയെ വീണ്ടും വീണ്ടും തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ആ വിധിയെ വ്യാഖ്യാനിക്കുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് അതൊരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിനെ അല്ലെങ്കിൽ കോടതി അലക്ഷ്യത്തിന് പോകാതിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, കോടതി കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ വിധിയും അതുപോലെ തന്നെ അതിന്റെ നടപടിക്രമവും വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. എൻ്റെ ഫേസ്ബുക്കിനകത്ത് ഞാൻ ആ വിധി പൂർണ്ണമായിട്ടിട്ടുണ്ട്. ആ കോടതി കൃത്യമായി പറഞ്ഞ ഞാൻ അല്ലെങ്കിൽ ആ ജഡ്ജ് പറഞ്ഞത്, ഈ കേസ് ഇവിടെ പരിഗണിക്കേണ്ട കേസല്ല, ഈ കേസ് ഇവിടെ പരിഗണിക്കുന്നുമില്ല, നിങ്ങളിത് കോമ്പറ്റേറ്റീവ് അതോറിറ്റിയുടെ മുന്നിൽ കൊണ്ടുപോയി ഈ കേസ് കൊടുക്കണം, അവിടെയാണ് കേൾക്കേണ്ടത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കോടതിയിലേക്ക് പോകാം. സ്വാഭാവികമായും നമ്മുടെ സംസ്ഥാനത്ത് 3 or 4 മേഖലയാക്കി തിരിച്ചാണ് ഇത്തരത്തിലുള്ള കേസുകളിൽ കോടതി സംവിധാനമൊരുക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ ജില്ലയും എറണാകുളം ജില്ലയും അതുപോലെ തന്നെ മലപ്പുറം, അങ്ങനെ 2-3 ജില്ലകൾ ചേർത്താണ് തൃശ്ശൂർ ജില്ലയിലെ തേർഡ് അഡീഷണൽ കോടതി, സെഷൻസ് കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. കാസർഗോഡ് ജില്ലയും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ഏതെങ്കിലും ഒരു ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ട വേറെയും കോടതി ഉണ്ടാവാം. എന്ന് വെച്ചാൽ പരമാവധി 3-4 കോടതികൾ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള കേസുകൾക്ക് വേണ്ടി 2-3 ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അഡീഷണൽ സെഷൻസ് കോടതികൾ ഇത്തരത്തിലുള്ള കേസുകൾ കേൾക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ അവർക്കും വേണമെങ്കിൽ അവിടെ ഇത് കൊടുക്കാൻ കഴിയും. ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് യഥാർത്ഥത്തിൽ? ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. നവംബർ 22-ാം തീയതിയാണ് ബഡ്സ് ആക്ട് അനുസരിച്ചുകൊണ്ട് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് എന്ന് പറയുന്ന കമ്പനിക്കെതിരായിട്ടുള്ള ബഡ്സ് ആക്ട് അനുസരിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങിയത്. ആ ഉത്തരവ് 22-ന് ശേഷം ഡിസംബർ 7-നാണ് തൃശൂർ ജില്ലാ കളക്ടർ അറ്റാച്ച്മെന്റ് ഓർഡറിലേക്ക് കടന്നുപോയത്. എന്നുവെച്ചാൽ ടെമ്പററി അറ്റാച്ച്മെന്റ് ഓർഡർ, താൽക്കാലിക ജപ്തി നടപടിയിലേക്ക് തൃശൂർ ജില്ലാ കളക്ടർ കടന്നുപോയത്. സ്വാഭാവികമായും കേരളത്തിലെ 14 ജില്ലയിലെയും കളക്ടർമാർ അത് ചെയ്തിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ കളക്ടർമാർക്കൊക്കെ നിയമ സംവിധാനം അറിയുന്നതാണ്. നമ്മുടെ സംസ്ഥാനത്ത് ആകെ 50ഓളം കേസുകളാണ് ബഡ്സ് ആക്ട് അനുസരിച്ച് ജപ്തി നടപടി സ്വീകരിച്ചു വരുന്ന കമ്പനികളുള്ളത്, ഈ ഹൈറിച്ച് ഉൾപ്പെടെ. തൃശൂർ ജില്ലയിൽ 13 കേസുകളാണ്. 13ാമത്തെ കേസായിട്ടാണ് ഹൈറിച്ചിന്റെ കേസ് വരുന്നത്.
13ഓളം കേസുകൾ തൃശൂർ ജില്ലയിൽ മാത്രമുണ്ട്. ബാക്കി വരുന്ന 37 ബഡ്സ് ആക്ട് കേസുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ വരുന്നതാണ്. അപ്പോൾ ഈ ബഡ്സ് ആക്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, 2019 കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നുവെച്ചാൽ IPC ആക്ടുകൾ മുഴുവൻ, ഇന്ത്യൻ പീനൽ കോഡ് വരുന്നത് മുഴുവൻ, ക്രിമിനൽ പീനൽ കോഡ് മുഴുവൻ വരുന്നത് കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ. അവസാനത്തെ കേന്ദ്ര നിയമമാണ് അമിത്ഷാ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. നമ്മൾ പല പാർട്ടികളും അതിനകത്ത് ബഹിഷ്കരിച്ചു. നമ്മളും പ്രതിപക്ഷം എന്ന രീതിയിൽ നമ്മളും അതിനെ ബഹിഷ്കരിച്ചാണ്. ചില രാഷ്ട്രീയമായ വിഷയങ്ങളും അതിന്റെ മെറിറ്റും അനുസരിച്ച് ബഹിഷ്കരിച്ചാണ്. പക്ഷെ എങ്കിലും രാഷ്ട്രപതി ബില്ല് ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ ഈ ബില്ല് ഗസറ്റ് നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നടപ്പിലാവുന്നത് 2021 നവംബറിലാണ്. അതിനുശേഷം ഈ പറയുന്ന 2023 ഡിസംബർ എന്ന് പറഞ്ഞാൽ എത്ര വർഷമുണ്ട് എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. പരമാവധി 2 വർഷവും 1 മാസവും മാത്രമേ കേരളത്തിൽ ഈ ബില്ലിന് പ്രായമുണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് പൂർണ്ണമായ രീതിയിൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും അഭിഭാഷകരാണെങ്കിലും ആളുകൾക്ക് ഇത് കൃത്യമായി അറിയണമെന്നില്ല. പക്ഷേ ഇന്ത്യൻ റവന്യൂ സർവീസിലെയും ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെയും ഇന്ത്യൻ പോലീസ് സർവീസിലെയും 3 പ്രധാനപ്പെട്ട വകുപ്പുകൾ, IPS ഉദ്യോഗസ്ഥന്മാരും IRS ഉദ്യോഗസ്ഥന്മാരും IAS ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ ഈ നിയമം കൃത്യമായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് ആ നിയമത്തെക്കുറിച്ച് ആർക്കും കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം ഇതൊരു അതോറിറ്റി ആയിട്ടാണ് ഇതിനെ വെക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ എന്നതിനേക്കാൾ ഉപരിയായി അതത് സംസ്ഥാനങ്ങളിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ, ഫിനാൻസോ ഹോമോ കൈകാര്യം ചെയ്യുന്ന ഓഫീസർമാരെയാണ് ഇതിന്റെ അതോറിറ്റിയായി, കോമ്പറ്റേറ്റീവ് അതോറിറ്റി ആയിട്ട് നിയമിക്കുന്നത്. അത് കേരളത്തിൽ സഞ്ജയ് കൌൾ എന്ന് പറയുന്ന IAS ഓഫീസറാണ്. കേരളത്തിലെ ഏറ്റവും സീനിയറായ ഒരു ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥൻ ഇറക്കിയ ഉത്തരവാണ് ഹൈറിച്ചിനെതിരായി ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് ഹൈക്കോടതിയും പറഞ്ഞു, ഇപ്പോൾ ബഡ്സ് ആക്ട് ഈ കമ്പനിക്കെതിരായി നിലനിൽക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ആ ഉത്തരവിനകത്ത് വ്യക്തമായും, എൻ്റെ നേരത്തെയുള്ള പോസ്റ്റുകളിൽ ഞാൻ ആ ഉത്തരവ് കൃത്യമായി അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഈ പോസ്റ്റിനകത്ത് ഞാൻ കമന്റായി അത് ഞാൻ രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് വായിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും. അതിനകത്ത് കൃത്യമായി പറയുന്നു, ബഡ്സ് ആക്ട് ഈ കമ്പനിക്കെതിരായി നിൽക്കുകയാണ്, അതിലേക്ക് കടന്നു പോകുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയെയോ അല്ലെങ്കിൽ ഈ അതോറിറ്റിയോ സമീപിക്കാം. അങ്ങനെ വരുമ്പോഴാണ് ഈ കമ്പനിയുടെ റിക്വസ്റ്റ് വരുന്നത്, ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകാനായിട്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോഴാണ് ജഡ്ജി പറയുന്നത്, ഒരു ഇടക്കാല ആശ്വാസം, ഒരു ഇൻട്രിങ് റിലീഫ് എന്ന രീതിയിൽ 10 ദിവസത്തേക്ക് സോൾവ്ലി എന്ന് വെച്ചാൽ ആ ഉദ്ദിഷ്ട കാര്യത്തിന് മാത്രമായി, എന്താണ് ഉദ്ദിഷ്ട കാര്യം, അല്ലെങ്കിൽ ഉദ്ദിഷ്ടമല്ല നിർദ്ദേശിച്ച കാര്യം എന്താണ്, അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്ത കാര്യം എന്താണ്, ഞങ്ങൾക്ക് ഈ കേസുകൾ നടത്താൻ വേണ്ടി സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട് എന്ന് കമ്പനി പറഞ്ഞപ്പോൾ ബഹുമാനായ കേരളത്തിലെ ഏറ്റവും നീതിന്യായ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ഇതിൽ വലിയ മെറിറ്റിൽ വിധി പറയുന്ന ദേവൻ രാമൻ എന്നുള്ള ജഡ്ജി പറഞ്ഞത്, ആ കാര്യത്തിന് മാത്രമായി, കമ്പനിക്ക് കേസ് നടത്തുന്ന കാര്യത്തിൽ മാത്രമായി, ഡേ ടു ഡേ അഫയേഴ്സ്, അതിന്റെ ദൈനംദിന കാര്യങ്ങൾക്ക് മാത്രമായി, കേസ് നടത്താൻ ആവശ്യമായ ദൈനംദിന കാര്യങ്ങൾക്ക് മാത്രമായി നിങ്ങൾക്ക് അതിന് ഫണ്ട് പിൻവലിക്കാം 10 ദിവസത്തേക്ക് എന്നുള്ള ഉത്തരവാണ് നൽകിയത്. സ്വാഭാവികമായും ആ ഉത്തരവ് വെച്ചുകൊണ്ട് ഹൈറിച്ചിന്റെ അധികൃതർ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തി. ഞങ്ങളുടെ ഇത് റിലീസ് ചെയ്യാൻ വേണ്ടി കോടതി അനുമതി നൽകിയിരിക്കുന്നു, ഇനി യാതൊരു പ്രശ്നവുമില്ല, ഹൈറിച്ച് തിരിച്ചു വരികയാണ് എന്ന രീതിയിലൊക്കെ വലിയ രീതിയിലുള്ള പ്രചരണമാണ് നടത്തിയത്. ഞാൻ കൃത്യമായി പറഞ്ഞു, ഞാൻ കേരള നിയമസഭയിൽ അംഗമായിരുന്ന ഒരാളാണ്, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ്, കുറച്ചു കാലം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയെയും അംഗമായ ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഹൈക്കോടതി വിധി തെറ്റിദ്ധാരണജനകമായ രീതിയിൽ ഞാൻ സംസാരിക്കില്ല, ഉണ്ടെങ്കിൽ തന്നെ അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിവുള്ള ഒരു നിയമനിർമ്മാണ സഭയിൽ അംഗമായിരുന്ന ഒരാൾ അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നുകൊണ്ട് ഞാൻ കൃത്യമായി അത് പറയുകയും ചെയ്തു. അപ്പൊ അതിനകത്ത് ഒരു കാരണവശാലും ആളുകൾക്ക് ഈ പറയുന്ന ഫ്രീസ് ചെയ്ത അക്കൗണ്ടിൽ നിന്നും പണം നൽകാൻ കഴിയില്ല. ഇവർക്ക് ആകെ ലഭിക്കാൻ പോകുന്ന ഈ കേസ് നടത്താൻ വേണ്ടി എത്ര തുക വേണം എന്നതിനെക്കുറിച്ച് ഇവർക്കൊരു ധാരണയുണ്ടായാൽ ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ അതോറിറ്റിയെ സമീപിച്ചാൽ, സഞ്ജയ് കൌൾ എന്ന് പറയുന്ന അതോറിറ്റിയെ സമീപിച്ചാൽ, ആ അതോറിറ്റിക്ക് ഇവർ റിക്വസ്റ്റ് കൊടുത്താൽ, ഈ ജഡ്ജ്മെന്റ് വെച്ച് റിക്വസ്റ്റ് കൊടുത്താൽ, ഇവർക്ക് ഇവരുടെ ക്ലോസ് ചെയ്ത 37 അക്കൗണ്ടാണ് ആദ്യം ക്ലോസ് ചെയ്തത്. അതിനുശേഷം ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു കാത്തലിക് സിറിയൻ ബാങ്കിലെ, തൃശൂർ കാത്തലിക് സിറിയൻ ബാങ്കിലെ അക്കൗണ്ടാണ്. അക്കൗണ്ട് ഇതിന്റെ ഈ പറയുന്ന CEO എന്ന് പറയുന്ന മാഡത്തിന്റെ പേരിലുള്ള അക്കൗണ്ടാണ്. ആ അക്കൗണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. എങ്ങനെയാണ് ആ അക്കൗണ്ടിലേക്ക് കടന്നു വന്നത്? ആ അക്കൗണ്ടിനകത്ത് കുറച്ച് പൈസ കൂടുതലായി കിടക്കുന്ന അക്കൗണ്ടാണ്. കാരണം എന്താണ്? OTT പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള താരങ്ങളെ അണിനിരത്തിക്കൊണ്ട് അറ്റ്ലസ് ഇന്റർനാഷണലിൽ ഒരു വലിയ കറൂറ്റിയിലെ അവിടെ കൺവെൻഷൻ സെന്ററിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ആ പരിപാടിയിലേക്ക് 25,000 രൂപയുടെയും 5,000 രൂപയുടെയും ടിക്കറ്റുകളാണ് വിതരണം ചെയ്തത്. എന്ന് വെച്ചാൽ 1000-ഓളം ടിക്കറ്റുകൾ വിതരണം ചെയ്തു. 25,000 മാറ്റി നിർത്തിയാൽ 5,000 ടിക്കറ്റ് വിതരണം ചെയ്തു. ആ 5,000 ടിക്കറ്റ്
പിന്നെ 1000-ഓളം ടിക്കറ്റുകളുടെ ഫണ്ട് ഈ കമ്പനിയുടെ അക്കൗണ്ടിലേക്കല്ല നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്. അതിന് പോയ ആളുകളുടെ കാര്യമാണ് സൂചിപ്പിച്ചത്. അത് ഈ പറയുന്ന ശ്രീനാ പ്രതാപൻ എന്ന് പറയുന്ന ആളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കാണ് അത് ട്രാൻസ്ഫർ ചെയ്തു പോയത്. നിങ്ങളുടെ ഈ പറയുന്ന കമ്പനിയുടെ പഴയ സർക്കുലർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. എന്ന് വെച്ചാൽ ആ അക്കൗണ്ടിൽ ഏതാണ്ട് 50 ലക്ഷത്തോളം രൂപ അവർ പേഴ്സണലായി ഇത് ഈ പറയുന്ന OTT പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ടുകൊണ്ട് സേവ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കണക്കിലേക്കല്ല പോകുന്നത്, അത് അവർ തന്നെ ഇറക്കിയ നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ടാണ് സൂചിപ്പിച്ചത്. അത് പിന്നീടാണ് കാത്തലിക് സിറിയൻ ബാങ്കിന്റെ അക്കൗണ്ട് കൂടി ഫ്രീസ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഇതിന്റെ ഒരു യഥാർത്ഥമായ വശം എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് നിന്ന് നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ ഇവരിറക്കുന്ന സർക്കുലർ അനുസരിച്ച് 25,000-ന്റേതോ 50,000-ന്റേതോ OTTയുമായി ബന്ധപ്പെട്ടോ എന്ത് നിങ്ങൾ വാലറ്റിലൂടെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തെടുത്താലും നിങ്ങൾക്ക് 1 രൂപ പോലും ഈ പറയുന്ന ഈ 2 ഡയറക്ടർമാരുടെയും ഇവരുടെ കമ്പനി അക്കൗണ്ടുകൾ വഴിയും ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. അത് തർക്കമറ്റ കാര്യമാണ്. അതിനകത്ത് വേറെ ഒരു ക്ലാരിറ്റിക്കും പോകേണ്ട കാര്യമില്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ 100 തവണ ആണയിട്ട് പറയും, അത് ഇവർ അതിനെ മാറ്റി പറയുന്നതൊക്കെ കൃത്യമായ നുണയാണ്. ഒരു തർക്കവും ആ കാര്യത്തിലില്ല. പിന്നെ ഞാൻ പറഞ്ഞു, നിക്ഷേപകർക്ക് പണം കിട്ടുന്നത് ഞാനെതിരല്ല. ഇവർക്ക് 2 കമ്പനികളുണ്ട്. ഒരു കമ്പനിയാണ് ഈ പറയുന്ന ഹൈറിച്ച് സ്മാർട്ട് ടെക് എന്ന് പറയുന്ന കമ്പനിയും ഒരു കമ്പനിയാണ് ഹൈറിച്ച് നിധി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയും. ഈ കമ്പനിയിലേക്കാണ് ഇവര് അവസാന കാലഘട്ടങ്ങളിൽ ഫണ്ട് ഒരുപാട് മാറ്റിയിട്ടുള്ളത്. അതിന് ബാനുള്ള അക്കൗണ്ട് അല്ല, അത് ഫ്രീസ് ചെയ്ത അക്കൗണ്ടുകളല്ല അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. പിന്നെ ഇവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള 2-3 അക്കൗണ്ടുകൾ വേറെയും ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇവരുടെ സുഹൃത്തുക്കളുമായി ബന്ധമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളൊക്കെ ഉണ്ട്. ഈ അക്കൗണ്ടുകളൊന്നും ആർക്കും അറിയില്ല എന്ന് ധരിക്കരുത്. അതൊക്കെ അന്വേഷണ ഏജൻസികൾക്കും എല്ലാവർക്കും കൃത്യമായി അറിയാവുന്നതാണ്. കാരണം ഇവരുമായി ബന്ധമുള്ള ആളുകളൊക്കെ നിരീക്ഷണത്തിലാണല്ലോ. അപ്പം ഞങ്ങളൊക്കെ കരുതിയത് ആ അക്കൗണ്ട് വഴി ഇവർ പണം ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളതാണ്. അതിന് നിയമപരമായി തടസ്സമില്ല, ഞങ്ങളാരും എതിരുമല്ല. ഇവരുടെ ഹൈഡ് ചെയ്ത അക്കൗണ്ടിൽ നിന്നോ ഹൈറിച്ച് നിധി എന്ന കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്നോ ഹൈറിച്ച് സ്മാർട്ട് ടെക് എന്ന് പറയുന്ന കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്നോ പണം മാറ്റുന്നതിനായി യാതൊരു തടസ്സവും ഇന്ന് നിലവിലില്ല. പക്ഷെ എന്തുകൊണ്ട് അവരും അതിൽ നിന്ന് പണം കൊടുക്കുന്നില്ല? അതിന്റെ കൃത്യമായ കാര്യം അവർക്ക് നിയമപരമായി അറിയാത്ത ആളുകളല്ല. കാരണം ഒരു ഹൈക്കോടതിയിലെ അഭിഭാഷകർ ഉൾപ്പെടെയുള്ള ആളുകളെ വെച്ച് കേസ് നടത്തുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് നിയമം അറിയാം. അവർ കൃത്യമായി അറിയാവുന്ന കാര്യം എന്താണ്? അവർ ഇനി ഈ ഹൈറിച്ച് ഷോപ്പി എന്ന് പറയുന്ന കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ബിസിനസ്സും ഇല്ല. ഇവരുടെ ഈ പറയുന്ന വലിയ ഗോഡൌൺ അതൊക്കെ വാടകയ്ക്കെടുത്തുള്ള ഗോഡൌണുകളാണ്. ഇവിടെ സൂപ്പർ മാർക്കറ്റുകളുമായി ബന്ധപ്പെട്ട നിരന്തരമായ മുഴുവൻ ആളുകളും എന്നെ വിളിക്കുന്നുണ്ട്. അതൊന്നും ഇവരുമായി യാതൊരു ബന്ധവുമില്ല. അവർക്ക് നേരിട്ട് നടത്തുന്ന സൂപ്പർ മാർക്കറ്റുകളാണ്, ഫ്രാഞ്ചൈസികളാണ്. പല സൂപ്പർ മാർക്കറ്റും എഗ്രിമെന്റ് വെച്ച് ഏറ്റെടുക്കാതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളെ കുറച്ച് കൊടുക്കുന്നതിനെ കുറിച്ച് ആളുകൾ ആലോചിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് ഇനി അതുമായി മുന്നോട്ട് പോകണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല. പിന്നെ അവർക്ക് 2 കമ്പനികൾ ഹോൾഡ് ചെയ്ത് വെച്ച കമ്പനികൾ ഹൈറിച്ച് സ്മാർട്ട് ടെക് എന്ന് പറയുന്ന കമ്പനിയും ഹൈറിച്ച് നിധി എന്ന് പറയുന്ന കമ്പനിയുമാണ്. ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് യാതൊരു പരാതിയും ഇന്ന് സംസ്ഥാനത്തോ രാജ്യത്തിന് പുറത്തോ നിലവിലില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന ഹൈറിച്ച് ഷോപ്പി എന്ന് പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ബഡ്സ് ആക്ടിന്റെ പരിധിയിൽ നിന്ന് ഇത് പൂർണ്ണമായി അറ്റാച്ച് ചെയ്ത് പോയാലും ആ കമ്പനിയെ ബാധിക്കുന്നതല്ല. അപ്പോൾ ഇത് എന്തുണ്ടാവും? സ്വാഭാവികമായും ഇന്ന് ആരും പരാതിക്കാരില്ല എന്നാണ് ഇവർ പറയുന്നത്. വേണ്ട, പരാതിക്കാർക്ക് നിക്ഷേപകർക്ക് പണം കിട്ടിയില്ലെങ്കിൽ അവരുടെ കയ്യിൽ ധാരാളം പണമുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം എന്താണ് പ്രശ്നം? നമുക്ക് യാതൊരു പ്രശ്നവും അതിനകത്തില്ല. അപ്പോൾ ആ കേസുകളിൽ നിന്നും അവർക്ക് പൂർണ്ണമായി സിവിൽ ആക്ഷൻ നടപടിയിൽ നിന്നും പൂർണ്ണമായി അവർക്ക് ഒഴിവാവാൻ പറ്റും. പിന്നെ സർക്കാർ എടുത്ത ബഡ്സ് ആക്ട് കേസുമായി ബന്ധപ്പെട്ട കേസാണ്. ആ കേസ് അവർ കോടതിയിൽ വാദിക്കും, അവർക്ക് വേണമെങ്കിൽ ശിക്ഷ കിട്ടും. ശിക്ഷ കിട്ടിയാൽ എന്താണ് പ്രശ്നം? അവരതിനകത്ത് ജയിലിൽ കിടക്കാൻ തയ്യാറായ ആളുകളാണ്, നേരത്തെ കടന്നിട്ടുണ്ടല്ലോ. ഗ്രീൻകോ എന്ന് പറയുന്ന സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശൂർ കോടതിയിലും മറ്റു കോടതിയിലും നിരവധി കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അടുത്ത ദിവസമാണല്ലോ GSTയുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്നത്. ഈ പറയുന്ന ഹൈറിച്ച് ഷോപ്പിയുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത കേസിൽ, ഒരു ക്രിമിനൽ കേസിൽ ജയിലിൽ കിടന്ന് കുറച്ചു കാലം കഴിഞ്ഞ് ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ അവർക്ക് യാതൊരു തടസ്സവുമില്ല. അവർക്ക് ഭംഗിയായി നിക്ഷേപകർക്ക് പരാതിയില്ലാതെ അവർക്ക് സമ്മാനമായി കൊടുത്ത പൈസ ഉപയോഗിച്ചുകൊണ്ട് അവർ 2 കമ്പനി നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഹൈറിച്ച് നിധിയും ഹൈറിച്ച് സ്മാർട്ട് ടെക് എന്ന് പറയുന്ന നിധിയും. അപ്പൊ ഇവരുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്താണ്? പരാതികളില്ലാതെ ആളുകളെ ഇങ്ങനെ നിർത്താം എന്നുള്ളതാണ്. അപ്പൊ ഞാനത് കൃത്യമായി ഞാൻ സൂചിപ്പിക്കുന്ന ഒറ്റ വിഷയം മാത്രമാണുള്ളത്. ഈ ഹൈക്കോടതി വിധിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇവർക്ക് ദൈനംദിന കാര്യങ്ങളിൽ പണം എടുക്കാൻ കഴിയുന്നത് കോടതി നടപടികൾ അനുസരിച്ചുകൊണ്ട് കേസ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി ഞാൻ ഈ കമ്പനിയോട് 2 ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇവിടെ 1,80,00,000 കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ആ 1,80,00,000 പാർട്ട്നേഴ്സ് നിങ്ങൾക്ക് 10,000 രൂപ വെച്ച് മുൻകൂറായി തന്നെങ്കിൽ 1,80,00,000 × 10,000 എന്ന് പറയുന്നത്
1,80,000 കോടി രൂപയാണ്. 1-2 രൂപയല്ല, 1,80,000 കോടി രൂപയാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന 1,80,00,000 ആളുകളുണ്ടെങ്കിൽ 1,80,000 കോടി രൂപയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഈ കമ്പനി നടത്തിയിട്ടാണ്. ഇനി അത് കുറയ്ക്കാൻ തീരുമാനിക്കുക, വേണ്ട 1,80,000 കോടി വേണ്ട, കുറയ്ക്കുക. അങ്ങനെ കുറച്ചാൽ ഈ പറയുന്ന 18,000 കോടിയിലേക്ക് നമുക്കത് കുറയ്ക്കാം. 18,000 കോടി രൂപയിലേക്ക് ഞാൻ അത് കുറയ്ക്കുകയാണ്. 18,000 കോടി രൂപയിലേക്ക് കുറയ്ക്കുകയാണ്. പോട്ടെ, ഈ 18,000 കോടിയിൽ നിന്നും ഞാൻ വീണ്ടും കുറയ്ക്കുകയാണ്. അതിനെ ഞാൻ ഒരു 1,800 കോടി രൂപയാക്കി ഞാൻ കുറയ്ക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ 10,000 രൂപ ഈ കമ്പനിയിലേക്ക് തന്ന കണക്കനുസരിച്ച് ഈ 1 കോടിയിൽ നിന്നൊക്കെ ഞാൻ പിന്നെ മാറ്റി, 1,00,000 കോടിയിൽ നിന്ന് മാറ്റി, 18,000 കോടിയിൽ നിന്ന് മാറ്റി, 1,800 കോടിയിലേക്ക് ഞാൻ ഇതിനെ ചുരുക്കുകയാണ്. അങ്ങനെ നിങ്ങളുടെ ഈ 37 അക്കൗണ്ടുകളിലായി 1,800 കോടി രൂപ നിങ്ങൾക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ സുതാര്യമായിട്ടാണല്ലോ പ്രവർത്തിക്കുന്നത്. ഈ പറയുന്ന പിന്നെ നിങ്ങളിൽ വളരെ വിശ്വാസമുള്ള ആളുകളാണല്ലോ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. നിങ്ങളുടെ 17 അക്കൗണ്ടിലെ ബാലൻസ് തുക, ഈ ഓരോരോ അക്കൗണ്ടിലെയും ബാലൻസ് തുക ഇത്രയുണ്ട് എന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? എന്തായാലും 18,000 കോടി രൂപ എന്നുള്ളത് കുറച്ച് ഞാൻ 1,800 കോടി രൂപ ഞാൻ പറയുകയാണ്. 1,800 കോടി രൂപ നിങ്ങൾ നിക്ഷേപമായി വാങ്ങിയതല്ലേ, അത് നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാകണമല്ലോ. ഒരു കാരണവശാലും കുറയാൻ പാടില്ല. അതിനപ്പുറത്ത് 5 ലക്ഷം വെച്ച് OTTയുമായി വാങ്ങിയ തുക വേറെ എന്ന് വെച്ചാൽ 1,800 കൂടെ ഞാൻ 200 കോടി കൂടി കൂട്ടുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ബാങ്കിലെ ബാലൻസ് ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 2,000 കോടി രൂപ ഉണ്ടാകണം. നിങ്ങൾക്കത് കാണിച്ചു തരാൻ കഴിയുമോ? എൻ്റെ ഒരു ചോദ്യം ഇതാണ്. 2,000 കോടി രൂപ നിങ്ങളുടെ ബാങ്കിൽ, നിങ്ങളുടെ ഖത്തർ സിറിയൻ ബാങ്കിൽ, നിങ്ങളുടെ HDFC ബാങ്കിൽ, ആക്സിസ് ബാങ്കിൽ തുടങ്ങി നിങ്ങൾക്കുള്ള ഈ 37ഓളം അക്കൗണ്ടുകളിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ബാങ്കിലെ ബാലൻസ് ഈ നിങ്ങളുടെ നിക്ഷേപകരെ നിങ്ങൾക്ക് അവരെ വിശ്വാസമാണ്, എനിക്ക് അതിനകത്ത് തർക്കമില്ല. നിക്ഷേപകർക്കും നിങ്ങളെ വിശ്വാസമാണ്, ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷെ പൊതുസമൂഹത്തിന് നിങ്ങളിൽ സംശയമുണ്ട്. ആ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ക്ലാരിറ്റി വരുത്താൻ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്ര ബാലൻസ് ഉണ്ടോ, ഈ ബാലൻസ് ഇന്ന HDFC ബാങ്കിൽ ഇത്രയാണ്, ആക്സിസ് ബാങ്കിൽ ഇത്രയാണ്, ഈ ബാങ്കിൽ ഞങ്ങൾക്ക് ഇത്ര ബാലൻസ് ഉണ്ട്, ഞങ്ങൾ ഈ 1,80,00,000 ആളുകളിൽ നിന്നും 10,000 രൂപ പിരിച്ച ടോട്ടൽ തുക ഇത്രയാണ്, ആ തുക ഞങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ട് എന്ന് നിങ്ങൾ കാണിക്കാൻ പറ്റുമോ? എന്റെ ചോദ്യം ഇതാണ്. കാരണം എന്താണ്? നിങ്ങൾ ഈ ആളുകൾക്ക് മുഴുവൻ പണം കൊടുക്കുന്നത് നിങ്ങളുടെ ലാഭത്തിൽ നിന്നാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്, അല്ലേ? നിങ്ങൾക്ക് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിലും സൂപ്പർ മാർക്കറ്റുകളുണ്ട്, 92 രാജ്യങ്ങളിൽ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റുകളുണ്ട്, നിങ്ങൾ OTTയിൽ നിന്ന് നിങ്ങൾക്ക് വലിയ ലാഭം കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ലാഭത്തിൽ നിന്നാണ് നിങ്ങൾ ഇതിന്റെ പിന്നെ ഈ ആളുകളുടെ പിന്നെ ലാഭം ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബാങ്കിന്റെ ബാലൻസിൽ ഈ ആളുകൾ തന്ന 10,000 രൂപ വെച്ചിട്ടുള്ളതും ആളുകൾ തന്ന 800 രൂപ വെച്ചിട്ടുള്ളതും ആളുകൾ തന്ന 5 ലക്ഷം രൂപ വെച്ചിട്ടുള്ളതും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കാണണം. അതല്ല, നിങ്ങൾ ഇതിൽ നിന്നെടുത്ത് അഡ്വാൻസ് ചെലവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റോക്കിൽ ഇത് കാണണം. നിങ്ങളുടെ ഈ സൂപ്പർ മാർക്കറ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്ര സൂപ്പർ മാർക്കറ്റുകളിൽ ഞങ്ങളുടെ സ്റ്റോക്ക്, ഇത്ര കോടി രൂപയുടെ സ്റ്റോക്ക് ഈ കടകളിൽ പെൻഡിംഗ് ആയിട്ടുണ്ട് എന്ന് നിങ്ങൾ കാണിക്കണം. നിങ്ങൾ ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതൊക്കെ സ്ഥാപനങ്ങളിൽ ഈ ക്രെഡിറ്റ് ഉണ്ട് എന്ന് നിങ്ങൾ കാണിക്കണം. ഇത് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഹൈറിച്ചിന്റെ ഡയറക്ട് ബോർഡിനെയും ഹൈറിച്ചിന്റെ ലീഡേഴ്സിനെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ പറയുന്ന ആളുകളുടെ തുക നിങ്ങൾ പിരിച്ച സംഖ്യ നിങ്ങളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എവിടെയാണ് ഇത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്, എവിടെയാണ് നിങ്ങൾ ഇത് ക്യാരി ചെയ്തിട്ടുള്ളത്, ഇതിന്റെ കൃത്യമായ വിവരം പറഞ്ഞാൽ നമുക്ക് ഈ യുദ്ധം ഇവിടെ അവസാനിപ്പിക്കാം. എന്താണ് കാരണം? നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ലല്ലോ, ഒരു വിഷയമൊന്നുമായി ബന്ധപ്പെട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ 1,80,00,000 ആളുകളിൽ നിന്നും നിങ്ങൾ 10,000 രൂപ വെച്ച് കളക്ട് ചെയ്ത സംഖ്യ, അത് 1,80,000 കോടി ഞാൻ ഒഴിവാക്കി. അത് 18,000 കോടി എന്നത് ഞാൻ ഒഴിവാക്കി. ഞാൻ അതിനെ ഈ 2,000 കോടിയിലേക്ക് ചുരുക്കുകയാണ്, 2,000 കോടി രൂപയിലേക്ക് ചുരുക്കുകയാണ്. 1,80,000 1,80,000 ആളുകൾ ഉണ്ടെന്ന് വെച്ചാൽ അവർ ഒരു രൂപ വെച്ചെടുത്താൽ 1,80,00,000 ആയില്ലോ. അവർ 10 രൂപ എടുത്താൽ 10,80,00,000 ആയില്ലോ. 100 രൂപ എടുത്താൽ 100,80,00,000 ആയില്ലോ. 1000 രൂപ എടുത്താൽ 1,000,80,00,000 ആയില്ലോ. 10,000 വെച്ചെടുത്താൽ 10,000,80,00,000 ആയല്ലോ. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. നിങ്ങളുടെ പണത്തിന്റെ സോഴ്സ് എവിടെയാണ്? നിങ്ങൾ ഏത് ബാങ്കിലാണ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്? ഏത് കറൻസിയിലാണ്, ഡോളറിലാണോ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്? അത് നിങ്ങൾ പരസ്യപ്പെടുത്തണം. അതിനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കുണ്ടോ
എന്ന ഏറ്റവും പ്രസക്തമായ വെല്ലുവിളി ഞാൻ ഈ കമ്പനിയോട് നടത്തുകയാണ്. ഇത് നിങ്ങൾ വേറെ ആർക്കും കൊടുത്തിട്ടില്ലല്ലോ. നിങ്ങൾ ഈ പറയുന്ന 1,50,00,000 ആളുകളിൽ നിന്നും എടുത്ത സംഖ്യ നിങ്ങളുടെ കയ്യിലുണ്ടോ? അത് നിങ്ങൾ കാണിക്കൂ. നിങ്ങളുടെ സ്റ്റോക്ക് ഈ പറയുന്ന സൂപ്പർ മാർക്കറ്റുകളിൽ എത്രയാണ് നിങ്ങളുടെ സ്റ്റോക്ക് എന്ന് നിങ്ങൾ കാണിക്കൂ. നിങ്ങൾക്ക് എത്രയാണ് ബാങ്കിൽ ഡെപ്പോസിറ്റ്, ഡോളറായിട്ടോ വേറെ എന്തെങ്കിലും സംവിധാനങ്ങളായിട്ടോ ഇന്ത്യയിൽ നിരോധിച്ച ക്രിപ്റ്റോ ആയിട്ടോ ഏതായിട്ടാണ് നിങ്ങളിത് വെച്ചിട്ടുള്ളത്? നിങ്ങൾ കാണിക്കൂ. നിങ്ങളുടെ OTT പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ കൊടുത്ത തുക എത്രയാണെന്ന് കാണിക്കൂ. എത്ര ആളുകൾ നിങ്ങളുടെ OTTയിൽ സിനിമ തന്നിട്ട് പണം കിട്ടാതെ ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി നടക്കുന്ന പ്രൊഡ്യൂസർമാർ എൻ്റെ അടുത്ത് എത്ര ആളെ നിങ്ങൾ കാട്ടിത്തരണം? അപ്പൊ ഇതാണ് എന്റെ സ്ഥിതി. അപ്പൊ എനിക്ക് നിക്ഷേപകരോട് ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഒരു പരാതിയും വേണ്ട. നിങ്ങളുടെ സ്വന്തം സ്ഥാപനമാണ്. നിങ്ങൾക്ക് അവിടുന്ന് 1 രൂപ കിട്ടിയില്ലെങ്കിലും ഞാൻ അന്ന് പറഞ്ഞ വാക്കിൽ നിൽക്കുകയാണ്. ഇത് നിക്ഷേപകർക്ക് വേണ്ടിയുള്ളതല്ല. ഇനി അടുത്ത തലമുറയിലെ ആളുകൾ വരാതിരിക്കാൻ വേണ്ടിയാണ്. ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥ തകരാതിരിക്കാൻ വേണ്ടിയാണ്. ഇന്ത്യയിൽ റിസർവ് ബാങ്കിന്റെ കീഴിൽ പോകുന്ന ബാങ്കുകൾ, സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് പോകുന്ന ബാങ്കുകൾ, ഇത് രണ്ടും നിയമപരമായി നിൽക്കുന്ന ബാങ്കുകളാണ്. അതിനകത്ത് പരാതികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നിയമപരമായി പരിഹരിക്കാൻ കഴിയുന്ന വിഷയമാണ്. ഇത് പരിഹരിക്കാൻ കഴിയുന്നതല്ല. ഇവരുടെ ട്രാക്ക് റെക്കോർഡ് അനുസരിച്ച് ഇവർ തട്ടിപ്പുകാരാണ് എന്ന വാദത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. എന്റെ വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങളുടെ ബാലൻസ് ഷീറ്റ്, നിങ്ങൾക്ക് ബാങ്കിൽ എത്ര ബാക്കിയുണ്ട്, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ നടത്തുന്ന ബിസിനസ്സിൽ നിങ്ങൾക്ക് എത്ര സ്റ്റോക്ക് ഉണ്ട്, ആ സ്റ്റോക്കിന്റെ മൂല്യം എത്രയാണ്, നിങ്ങളുടെ ഡെപ്പോസിറ്റ് എത്രയുണ്ട്, ഈ ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെല്ലുവിളിയായി തന്നെ ഉന്നയിക്കുകയാണ്. ഇത് എന്നോട് സഹകരിക്കാൻ കഴിയുന്ന ആളുകൾ, എന്നെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന ആളുകൾ ഈ ചോദ്യം നിങ്ങൾ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ മുന്നിലേക്ക് വെക്കണം. ഞാൻ ഇപ്പോഴും പറയുന്നു, നിക്ഷേപകരെ സംബന്ധിച്ചുള്ള ഒരു വിഷയമുള്ള കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഈ കമ്പനിയുമായി വിശ്വാസമുള്ള ആളുകളാണ്. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ തുണയ്ക്കട്ടെ. തോമസ് ലീഗയോട് പറഞ്ഞതുപോലെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവർക്കുള്ളതാകുന്നു എന്നത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്.